ഐ നോബഡി എന്ന പൃഥ്വിരാജ് മൂവിയുടെ ഹോണസ്റ്റ് റിവ്യൂ ആണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായി കാണാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു പക്ക ആവറേജ് പടം മാത്രമാണ്. ട്രെയിലർ ടീസറൊക്കെ കണ്ടപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി പൃഥ്വിരാജിന്റെയും പാർവതിയുടെയും കോംബോ എല്ലാം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് സൂപ്പർ പടമായിരിക്കുമെന്നാണ്. ട്രെയിലറും ടീസറും എല്ലാം കണ്ടതിന്റെ എക്സ്പെക്റ്റേഷനോട് കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് വലിയൊരു നിരാശ തന്നെയായിരിക്കും. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, ഇഷ്ടപ്പെടാനുള്ള എല്ലാ എലമെന്റ്സും അതിലുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് അയ്യോ, വലിച്ചു നീട്ടി എങ്ങോട്ടാ പോകുന്നത് എന്ന് അറിയാത്ത തരത്തിലുള്ള ഒരു പോക്കായിരുന്നു. സത്യം പറഞ്ഞാൽ സീരിയലിനെയെല്ലാം വെല്ലുന്ന തരത്തിലായിരുന്നു കഥയുടെ പോക്കുണ്ടായിരുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്ക് പോലും ഇത് എവിടെ കൊണ്ടായി അവസാനിപ്പിക്കണമെന്ന് അറിയാത്ത തരത്തിലുള്ള ഒരു പോക്കായിരുന്നു. സ്റ്റോറി മുന്നോട്ട് പോകുന്തോറും നമുക്കത് നന്നായി തന്നെ ഫീൽ ചെയ്യും. എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് എഴുതിയ ആളല്ല ഈ സെക്കൻഡ് ഹാഫ് എഴുതിയതെന്നാണ്. കാരണം അത്രയ്ക്കും മോശമായിരുന്നു സെക്കൻഡ് ഹാഫ്. ചില മൂവീസൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇത് തീരണ്ടായിരുന്നു, അയ്യോ പടം പെട്ടെന്ന് തീർന്നു പോയല്ലോ, അങ്ങനെയുള്ള ഓരോ ഫീൽസ് നമുക്ക് ഉണ്ടാവാറില്ലേ. പക്ഷേ ഈ മൂവി കാണുമ്പോൾ നിങ്ങൾ പറയും, ഈ പടം എന്താണ് തീരാത്തത് എന്ന്. അത്രയ്ക്കും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു പോക്കായിരുന്നു. പിന്നെ ഫൈറ്റ് സീനൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ കുറേ ആവശ്യമില്ലാത്ത ഫൈറ്റുകളൊക്കെ ഉണ്ട്. എന്തോ എനിക്കത്ര പടം ഡൈജസ്റ്റ് ആയിട്ടില്ല. എൻ്റെ അതേപോലെയുള്ള ചിന്താഗതി ആയിരിക്കില്ലല്ലോ നിങ്ങൾക്ക്. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ മൂവിക്ക് മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകൾക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അതേപോലെ തന്നെ കുറേ ആളുകൾക്ക് ഈ പടം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു പോയത്. അതുകൊണ്ടായിരിക്കാം എനിക്കിത് ഇഷ്ടപ്പെടാതിരുന്നത്. കാരണം ട്രെയിലറും ടീസറും പിന്നെ ഇവരുടെ ഇൻ്റർവ്യൂസ് എല്ലാം കണ്ടപ്പോൾ എന്തൊക്കെയോ സസ്പെൻസ് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം കൂട്ടിണക്കിയ ഒരു പടമായിട്ടാണ് അവർ പറഞ്ഞു വെച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതെനിക്കൊരു ഫ്ലോപ്പ് പടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ഈ പടത്തെ ഡിഗ്രേഡ് ചെയ്യുവാൻ വേണ്ടി റിവ്യൂ ഇട്ടതല്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ആ മൂവി ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇടയ്ക്ക് ഞാൻ തന്നെ ആലോചിച്ച് നോക്കി, പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ഇത് എന്തു പറ്റിയെന്ന്. അത്രയ്ക്കും ഒരു ലോ ക്ലാസ് മൂവി പോലെ ആയിപ്പോയി. ആ ഫസ്റ്റ് ഹാഫിൻ്റെ പഞ്ചൊന്നും സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയതേയില്ല. മൂവിയുടെ അവസാനമൊക്കെ എത്തിയപ്പോൾ ആ പടത്തിൻ്റെ പേര് നോബഡി എന്നുള്ളത് കറക്റ്റ് ആയതുപോലെയുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ കുറച്ചും കൂടി മികവുകളെല്ലാം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. അതാണിപ്പോൾ അവസ്ഥ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ആ ബ്ലോക്ക് അങ്ങോട്ടേക്ക് നികത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങളിൽ ആരൊക്കെ ഈ മൂവി കണ്ടു, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾക്ക് മൂവി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായവും മൂവിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും താഴെ കമൻ്റായി പറയുക. എന്നെപ്പോലെ തന്നെയാണോ നിങ്ങൾക്കും തോന്നിയിട്ടുള്ളത് എന്നുള്ളത് അറിയുവാൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങൾക്ക് മൂവിയുടെ ഹോണസ്റ്റ് റിവ്യൂസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. തൊട്ടടുത്ത് ഹൈപ്പ് എന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.